പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും നിത്യം സ്തുതികർഹമായ പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹം തന്നെയായ പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16 മുതലുള്ള തിരുവചനങ്ങൾ. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിന്റെ ഏകജാതന്റെ നാമത്തിൽ വിശ്വസിക്കായക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു. അവന്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്ത് വരുന്നുമില്ല. സത്യം പ്രവർത്തിക്കുന്നവന് വെളിച്ചത്തിലേക്ക് വരുന്നു. അങ്ങനെ അവന്റെ പ്രവൃത്തികൾ ദൈവൈക്യത്തിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതിയും. ഈശോയിൽ സ്നേഹവാത്സല്യമുള്ളവരെ, ഇന്നത്തെ തിരുവചനത്തിലൂടെ കർത്താവ് നമ്മോട് പറയുന്നത്, ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു, അതുകൊണ്ട് മാത്രമാണ് തൻ്റെ പുത്രനെ നമുക്കായി നൽകിയത്, ഈ ലോകത്തിലേക്ക് അയച്ചത്. അതിരുകളില്ലാത്ത സ്നേഹമായതുകൊണ്ട്, അളവുകളില്ലാത്ത സ്നേഹമായതുകൊണ്ട്, ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചതുകൊണ്ട് സ്വപുത്രനെ തന്നെ നമുക്കായി നൽകി. ആ സ്വപുത്രൻ നമുക്കായി സ്വപുത്രനെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്തു. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അപിതാവായ ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് സ്വപുത്രനെ നൽകി നമ്മെ രക്ഷയിലേക്ക് നയിക്കുകയാണ് ചെയ്തത്. ആ പുത്രനെ നോക്കുന്നവർ രക്ഷ പ്രാപിക്കും, ആ പുത്രനിൽ വിശ്വസിക്കുന്നവർ രക്ഷ പ്രാപിക്കുമെന്ന് പിതാവായ ദൈവം തന്നെ തിരുമനസ്സായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ആ സ്നേഹത്തിലേക്ക് നമ്മെ തന്നെ ചേർത്ത് വയ്ക്കുവാൻ, ആ സ്നേഹം ആവോളം അനുഭവിച്ച് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും മറ്റുള്ളവരെ കൂടെ ആ സ്നേഹവാനായ നല്ല ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനും കൃപയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യമാകുന്ന പ്രകാശമാകുന്ന ഈശ്വരനാഥനിലേക്ക് നാം അടുക്കുവാനും ആ പ്രകാശത്തിലേക്ക് മറ്റുള്ളവരെ അടുപ്പിക്കുവാനുമായിട്ട് നമ്മെ പ്രകാശിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദിവ്യകാരുണ്യ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ശംശിയായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹം തന്നെയായ പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും